ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്യാൻഡൻ ടോക്സ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഡിസിഷൻസൊക്കെ തെറ്റായി പോകാറുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ മൂഡ് ശരിയാവാത്തപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുന്ന കേട്ടിട്ടുള്ള ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ ക്വിക്ക് ഡിസിഷൻസ് ആവാം. ഡിസിഷൻ മേക്കിംഗ് തെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആയി പോകണമെന്നില്ല, അതല്ലെങ്കിൽ നമുക്കത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. ഈ ഡിസിഷൻ മേക്കിങ്ങിനോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ഈ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഓഫീസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. എന്ത് പ്രശ്നമാണെങ്കിൽ പോലും ആ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ഈ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് ദ ഫാക്ട്സ്. അതായത് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് എഴുതി വയ്ക്കുക. എന്തൊക്കെ കൊണ്ടായിരിക്കാം? ഇപ്പോൾ ഉദാഹരണത്തിനൊരു പ്രശ്നം നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ ജോലി സ്ഥലത്തെ മാനേജർ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ചെയ്ത ആക്ഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, തിങ്കളാഴ്ച വരുമ്പോൾ എനിക്കതിനുള്ള എക്സ്പ്ലനേഷൻ തരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രൈഡേ മുതൽ നമ്മൾ ടെൻഷനിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വന്ന ശേഷം എന്തായിരിക്കാം നമ്മൾ ചെയ്ത ആക്ഷൻ, അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്, അതെന്തുകൊണ്ടായിരിക്കാം മാനേജറിന് ഇഷ്ടപ്പെടാത്തത്, ഈ കാരണങ്ങളൊക്കെ ഈ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അനലൈസ് ദ ഫാക്റ്റ്. നമ്മൾ ചെയ്ത ഒരു ആക്ഷൻ അതിന് കുറച്ച് ന്യായീകരണം നമുക്കുണ്ടാവും. ഈ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പ്രശ്നമല്ല, വേറൊരാളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ വേണം ഇതിനെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. തിങ്കളാഴ്ച ചെല്ലുമ്പോൾ അദ്ദേഹത്തിനോട് എന്തൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ പോകാതിരിക്കണമോ, പോകാതിരുന്നാൽ എന്ത് സംഭവിക്കും, അതല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യണോ, അങ്ങനെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മാനേജർ അല്പം ബിസി ആയിരിക്കും, അല്ലെങ്കിൽ മാനേജർ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഈ പ്രോബ്ലത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ മാനേജർ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏതായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഈ ഫാക്റ്റൊക്കെ നമ്മൾ എഴുതി അത് അനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് തന്നെ അപ്പോൾ തന്നെ ഒരു ഡിസിഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ജോലി രാജിവെക്കുന്നത് പ്രശ്നപരിഹാരമല്ല, നമ്മൾ ഓഫീസിൽ പോകാതിരിക്കുന്നത് പ്രശ്നപരിഹാരമല്ല. പക്ഷേ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജർ നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം മറന്നുപോയെന്ന് വരാം, അദ്ദേഹം അല്ലെങ്കിൽ അപ്പോഴേക്കും കൂൾ ഡൗൺ ആയിട്ടുണ്ടാവും. ഇനി ചോദിച്ചാൽ തന്നെയും നമ്മളിപ്പോൾ തന്നെ കുറേ എക്സ്പ്ലനേഷൻ നമുക്ക് കണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞതാണ്, ഓഫീസിൽ പോവുക, പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആവും. തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അത് ചോദിച്ചിട്ടേ ഉണ്ടാവില്ല, അദ്ദേഹം കാം ഡൗൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെടുത്ത ഡിസിഷൻ കറക്റ്റായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ 3 സ്റ്റെപ്സ്, അതായത് ഫസ്റ്റ് ഗെറ്റ് ദ ഫാക്റ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ദ ഫാക്റ്റ്, ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫാക്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് വരും, അതായത് അറൈവ് അറ്റ് എ ഡിസിഷൻ ആൻഡ് ആക്ട് ഓൺ ദാറ്റ് ഡിസിഷൻ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് പിന്നീട് ഒന്നുകൂടി ചിന്തിക്കണം എന്ന് വെച്ച് റീതിങ്ക് ചെയ്യണ കാര്യം നടത്തരുത്. നമ്മൾ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളൊരു ഡിസിഷനിലെത്തിക്കുന്നത്. വൺസ് യു കം ടു എ ഡിസിഷൻ, ദെൻ ഡു ദ ആക്ഷൻ, ആക്ട് ഓൺ ദ ഡിസിഷൻ. അതിൽ സ്റ്റെപ്പ് എടുത്തേ മതിയാവുള്ളൂ. മൺഡേ നമ്മൾ പോകുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം, മാനേജറിനെ അഭിമുഖീകരിക്കണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നമ്മൾ കാര്യകാരണ സഹിതം, അല്ലെങ്കിൽ നമ്മൾ ഫാക്ട്സൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒരു 90% നമ്മുടെ പ്രോബ്ലം വീട്ടിൽ വെച്ച് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റെപ്പ്
ഓഫ് പ്രോബ്ലം സോൾവിങ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ ബി ഏബിൾ ടു ക്വിക്ക്ലി ഗെറ്റ് എ റിലീഫ് ഫ്രം ഓൾ അവർ പ്രോബ്ലംസ്. So try to follow this. If you found this video is useful, please like and share it. See you next time. Bye.